നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. തമിഴ് സിനിമാ ലോകത്ത് ഏറെ ശ്രദ്ധിക്കപ്പെട്ട താരദമ്പതികളായിരുന്നു ജയൻ രവിയും ആർതി രവിയും. 2009 പ്രണയിച്ച് വിവാഹിതരായ ഇവർക്ക് 2 ആൺമക്കളുണ്ട്, ആരവും അയാനും. വർഷങ്ങളോളം സന്തോഷകരമായ ദാമ്പത്യ ജീവിതം നയിച്ച ഇവർ പെട്ടെന്നാണ് വേർപിരിയുന്നു എന്ന വാർത്തയുമായി എത്തിയത്. കഴിഞ്ഞ വർഷമാണ് താൻ ഭാര്യയുമായി വേർപിരിഞ്ഞ വിവരം ജയൻ രവി സോഷ്യൽ മീഡിയയിലൂടെ പുറം ലോകത്തെ അറിയിച്ചത്. എന്നാൽ ആ പ്രഖ്യാപനം തന്റെ അറിവോടെ ആയിരുന്നില്ല എന്ന് ആർതി പിന്നീട് വ്യക്തമാക്കിയത് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചു. ഇതോടെ ഇരുവരും തമ്മിലുള്ള കുടുംബ പ്രശ്നങ്ങൾ പൊതുജന ശ്രദ്ധയിലെത്തുകയും ചെയ്തു. വേർപിരിയലിന് പിന്നാലെ ഇരുവരും പരസ്പരം ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. തന്റെ ദാമ്പത്യ ജീവിതത്തിൽ വലിയ മാനസിക സമ്മർദ്ദങ്ങൾ അനുഭവിച്ചിരുന്നു എന്നാണ് ജയൻ രവി പറഞ്ഞത്. എന്നാൽ ജയൻ രവിയുടെ ജീവിതത്തിൽ മറ്റൊരു വ്യക്തിയുടെ സാന്നിധ്യമുണ്ടെന്ന സൂചനയാണ് ആർതി നൽകിയത്. ഈ ആരോപണ പ്രത്യാരോപണങ്ങൾക്കിടെ കാര്യം കുടുംബ കോടതിയിലെത്തി. തനിക്കും മക്കൾക്കും ജീവനാംശമായി മാസം 40 ലക്ഷം രൂപ വേണമെന്നാണ് ആർതി കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. വിവാഹമോചനം കിട്ടുന്നതുവരെ അഭിനയം നിർത്തിവെക്കുകയാണെന്ന് ജയൻ രവി പറഞ്ഞിരുന്നു. വാർത്താ സമ്മേളനത്തിലൂടെയായിരുന്നു തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ അദ്ദേഹം തുറന്നു പറഞ്ഞത്. ആ തീരുമാനത്തിൽ നിന്നും താൻ പിൻവാങ്ങുകയാണെന്ന് വ്യക്തമാക്കി ഇപ്പോൾ രവി മോഹൻ രംഗത്തെത്തിയിരിക്കുകയാണ്. JFW അവാർഡ് ദാന ചടങ്ങിലെ വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞതിൽ ക്ഷമ ചോദിക്കുന്നു. സിനിമാ ഫീൽഡിലുള്ളവർ തന്നെയാണ് എന്നോട് ഈ തീരുമാനത്തിൽ നിന്നും പിൻവാങ്ങണമെന്ന് പറഞ്ഞത്. അന്ന് ഞാൻ കുറച്ച് ഇമോഷണലായി സംസാരിച്ചു. ഇപ്പോൾ സന്തോഷത്തോടെയാണ് ഇരിക്കുന്നത്. സിനിമയിലെത്തി 23 വർഷം പിന്നിട്ടിരിക്കുകയാണ്. എനിക്ക് 46 വയസ്സായി. പകുതി വർഷവും ഞാൻ ചെലവഴിച്ചത് സിനിമയിലായിരുന്നു. ഇടയ്ക്ക് എന്റെ ഭാഗത്തു നിന്നും വന്ന ചെറിയൊരു തെറ്റ് നിങ്ങളെല്ലാം വേദനിപ്പിച്ചു എന്ന് മനസ്സിലാക്കുന്നു. പേഴ്സണൽ ലൈഫും പ്രൊഫഷണൽ ലൈഫും രണ്ടും 50-50 ആയിരുന്നു. പേഴ്സണൽ ലൈഫിലെ ഒരു കാര്യത്തിൽ ഞാൻ കുറച്ച് ഇമോഷണലായി പോയി. നീ എന്ത് പറഞ്ഞാലും ഞങ്ങൾ അംഗീകരിക്കും, പക്ഷേ സിനിമയിൽ നിന്നും മാറുകയാണെന്ന് പറയരുത് എന്ന് എന്നോട് പറഞ്ഞിരുന്നു. അവർ പറഞ്ഞത് ഞാൻ വേദവാക്യമായി കാണുന്നു. തീർച്ചയായും ഞാൻ തിരിച്ചു വരും. നിങ്ങളുടെ സന്തോഷോ കുമാരനോ ദുർവാനോ പൊന്നിയൻ സെൽവനോ ആയി ഞാൻ തിരികെ വരും എന്നായിരുന്നു രവി പറഞ്ഞത്. അങ്ങനെ പറഞ്ഞതിന് ശേഷം ഒരുപാട് പേർ മെന്റൽ ഹെൽത്തിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. ഇന്ന് ഞാൻ ഈ വേദിയിൽ ഇത്രയും സന്തോഷത്തോടെ നിൽക്കുന്നതിന് കാരണം നിങ്ങളാണ്, എന്റെ ഫാൻസ്. എന്തൊക്കെ സംഭവിച്ചാലും നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടാകുമെന്ന് എനിക്കറിയാം. ഈ സ്നേഹവും ദയയും എന്നോട് കാണിക്കുന്നതിന് ഒത്തിരി നന്ദി എന്നുമായിരുന്നു അദ്ദേഹം പറഞ്ഞത്. എനിക്ക് പ്രചോദനമാണ് ഫാൻസ്. അവരുടെ സ്നേഹമാണ് എന്നെ വളർത്തിയത്. എന്റെ പേര് കയ്യിൽ പച്ച കുത്തിയതൊക്കെ കണ്ടിരുന്നു. മനസ്സിൽ മതി സ്നേഹം, ശരീരത്തിലൊന്നും കാണിക്കരുത്. അമ്മയുടെയോ അപ്പയുടെയോ മക്കളുടെയോ പേര് കുത്തിക്കോളൂ. എന്റെ പേര് എന്നും മനസ്സിൽ വെച്ചാൽ മതി എന്നുമാണ് അവരോട് ഞാൻ പറഞ്ഞത്. സമയം കിട്ടുമ്പോഴെല്ലാം ഞാൻ ആരാധകരുമായി സംവദിക്കാറുണ്ട്. കാണാൻ വരുന്നവരോടെല്ലാം സംസാരിക്കുകയും ഫോട്ടോ എടുക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. അപ്പ എന്റെ ഗുരു കൂടിയാണ്. ഞാൻ ഡൗൺ ആയിരിക്കുമ്പോഴെല്ലാം എന്നെ ഓക്കെ ആക്കിയത് അപ്പയാണ്. എന്റെ എല്ലാമാണ് അപ്പ. 2009 രവി മോഹനും ആർത്തിയും വിവാഹിതരാവുന്നത്. 15 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിന് ശേഷമായിരുന്നു വിവാഹമോചനം ആവശ്യപ്പെട്ട് രവി മോഹൻ രംഗത്ത് വന്നത്. ഗായിക കെനീഷ ഫ്രാൻസിസുമായി പ്രണയത്തിലാണെന്ന റിപ്പോർട്ടുകൾ പ്രചരിച്ചിരുന്നു. വിവാഹ ജീവിതത്തിലെ പ്രശ്നങ്ങൾ തളർന്നു നിന്ന സമയത്ത് ആശ്വസിപ്പിച്ചത് കെനീഷയായിരുന്നു. പൊതുപരിപാടികളിലും ചടങ്ങുകളിലുമെല്ലാം ഇരുവരും ഒന്നിച്ചെത്തിയിരുന്നു. അന്നത്തെ ചിത്രങ്ങളും വീഡിയോകളും എല്ലാം വൈറലായി. അടുത്തിടെയായിരുന്നു രവി മോഹനുമായുള്ള സൗഹൃദം അവസാനിപ്പിക്കുകയാണെന്ന് കെനീഷ പറഞ്ഞിരുന്നത്. അതിന് പിന്നാലെയായിരുന്നു വാർത്താ സമ്മേളനത്തിലൂടെയായി അദ്ദേഹം വികാരഭരിതനായി സംസാരിച്ചത്. അതേസമയം കഴിഞ്ഞ ദിവസം ജയൻ രവിയുടെ മകന്റെ പിറന്നാളായിരുന്നു. ജീവിതത്തിലെ കഠിനമായ ഈ പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നുപോകുമ്പോഴും മകൻ ആരവിന്റെ 16ാം ജന്മദിനത്തിൽ ആർതി രവി പങ്കുവച്ച അതീവ വൈകാരികമായ ഒരു കുറിപ്പും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയിരുന്നു. തന്റെ ജീവിതത്തിലെ വിഷമഘട്ടങ്ങളിൽ മകൻ കാണിച്ച പക്വതയും കരുത്തിനെയും കുറിച്ച് ആർതി കുറിപ്പിൽ പറയുന്നുണ്ട്. ജീവിതം മകന് അത്ര എളുപ്പമായിരുന്നില്ല എന്നും എന്നാൽ ആ അനുഭവങ്ങൾ അവനെ കൂടുതൽ നല്ലൊരു മനുഷ്യനാക്കി മാറ്റിയെന്നും അമ്മ എന്ന നിലയിൽ ഞാൻ അഭിമാനിക്കുന്നുവെന്നും ആർതി പറയുന്നു. ശിശുവായ ആരവിന്റെ കൈപിടിച്ചു നിൽക്കുന്ന തന്റെ ചിത്രവും ആരവ് വളർന്നു ടീനേജായി കോട്ടും സ്യൂട്ടും അണിഞ്ഞു നിൽക്കുന്ന ചിത്രങ്ങളും ആർതി രവി കുറിപ്പിനൊപ്പം പങ്കുവച്ചു. ആർതി രവിയുടെ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയായിരുന്നു. ആൺകുട്ടികളെ വളർത്തുന്നത് ബുദ്ധിമുട്ടാണെന്ന് ആളുകൾ പറയാറുണ്ട്. ആൺകുട്ടികൾ അവരുടെ ലോകത്തേക്ക് ചുരുങ്ങുമെന്നാണ് ചിലർ പറയുന്നത്. അവർ സംസാരിക്കുന്നത് നിർത്തുമെന്നും ഒരമ്മയ്ക്ക് അവരുടെ മനസ്സിൽ എന്താണ് നടക്കുന്നതെന്ന് എപ്പോഴും മനസ്സിലാക്കാൻ കഴിയില്ല എന്നും, കാരണം അവരൊരു ആൺകുട്ടിയുടെ ജീവിതം ജീവിച്ചു തീർന്നിട്ടില്ലല്ലോ. ചിലർ പറയും ആൺകുട്ടികൾ അങ്ങനെയാണ്. ചിലപ്പോൾ ആയിരിക്കാം, പക്ഷെ നീ 16ാം വയസ്സിലേക്ക് കടക്കുന്നത് നോക്കി നിൽക്കുമ്പോൾ നമ്മൾ ആൺകുട്ടികളെ മനസ്സിലാക്കിയതിൽ എവിടെയോ തെറ്റുപറ്റിയിട്ടുണ്ടോ എന്ന് ഞാൻ ചിന്തിച്ചു പോവുകയാണ്. നിന്റെ ജീവിതം എളുപ്പമുള്ളതായിരുന്നു എന്നതുകൊണ്ടല്ല, അത് ഒരിക്കലും ആയിരുന്നില്ല. പലതരത്തിൽ ജീവിതം നിന്നെ വളരെ
നേരത്തെ തന്നെ കഠിനമായ യാഥാർത്ഥ്യങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. നിന്നെ ഒരു നിരാശനാക്കി മാറ്റാമായിരുന്ന നിമിഷങ്ങളായിരുന്നു അവ. മനുഷ്യരെയും സ്നേഹത്തെയും ഈ ലോകത്തെയും നീ നോക്കിക്കാണുന്ന രീതിയെ തന്നെ മാറ്റിമറിക്കാമായിരുന്ന നിമിഷങ്ങൾ. പക്ഷെ അവ നിന്നെ മാറ്റിയില്ല. പകരം നീ കൂടുതൽ ചിന്താശേഷിയുള്ളവനായി മാറുന്നത് ഞാൻ കണ്ടു. കൂടുതൽ ക്ഷമയുള്ളവനായ നിന്റെ വാക്കുകൾ മറ്റുള്ളവരെ എങ്ങനെ ബാധിക്കുന്നു എന്നതിനെക്കുറിച്ച് കൂടുതൽ ബോധമുള്ളവനായി, നീ സ്നേഹിക്കുന്ന ആളുകളെ കൂടുതൽ സംരക്ഷിക്കുന്നവനായി. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല മനുഷ്യനായി വളരുക എന്നാൽ ഇതാണ്. ജീവിതത്തിലെ പ്രതിസന്ധികൾ ഒട്ടും തൊട്ടുതീണ്ടാത്ത ഒരാളല്ല, മറിച്ച് ആ അനുഭവങ്ങൾ തന്റെ ഹൃദയത്തെ കഠിനമാക്കാൻ അനുവദിക്കാതെ തന്റെ സ്വഭാവത്തെ കൂടുതൽ മനോഹരമാക്കാൻ ഉപയോഗിച്ച ഒരാൾ. നിന്റെ അമ്മയ്ക്ക് ഇതിൽ കൂടുതൽ മറ്റൊന്നും ചോദിക്കാനില്ല. 16ാം ജന്മദിനാശംസകൾ എന്റെ മുത്തേ. കോട്ടും സ്യൂട്ടുമിട്ട് ഇനിയും ഒരുപാട് പെൺകുട്ടികളുടെ നെഞ്ചകം തകർക്കുന്നത് തുടരുമെന്നാണ് ആർത്തി രവി കുറിച്ചത്. എന്നാൽ ഇപ്പോൾ നടക്കുന്ന നിയമ നടപടികളുടെ പ്രധാന വിഷയം മക്കളുടെ സാമ്പത്തിക സുരക്ഷയാണ്. 2025 ഏപ്രിൽ മാസം മുതൽ മക്കളുടെ ചെലവുകൾക്കായി ജയന്റ് ഒരു സഹായവും നൽകുന്നില്ല എന്ന് ആർത്തി ആരോപിക്കുന്നു. സ്കൂൾ ഫീസ്, വിദ്യാഭ്യാസത്തിനുള്ള ചെലവുകൾ, ദൈനംദിന ആവശ്യങ്ങൾ എന്നിവയ്ക്കായി പണം ലഭിക്കുന്നില്ല എന്ന് കാട്ടി ആർത്തി കുടുംബ കോടതിയിൽ ഹർജി നൽകി. ഈ ഹർജിയിൽ അടിയന്തരമായി തീരുമാനമെടുക്കണമെന്ന് ആവശ്യപ്പെട്ട ആർത്തി ആദ്യം മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. മക്കളുടെ വിദ്യാഭ്യാസവും ക്ഷേമവും പ്രധാനപ്പെട്ട വിഷയമായതിനാൽ 2 ആഴ്ചയ്ക്കകം ഈ വിഷയത്തിൽ തീരുമാനമെടുക്കണമെന്ന് കുടുംബ കോടതിയോട് ഹൈക്കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു. ഹൈക്കോടതിയുടെ നിർദ്ദേശത്തിന് പിന്നാലെ കുടുംബ കോടതിയിലെ നടപടികൾക്ക് കൂടുതൽ സമയം വേണമെന്ന ആവശ്യവുമായി ജയന്റ് വീണ്ടും ഹൈക്കോടതിയിലെത്തി. എന്നാൽ ഈ ആവശ്യം കോടതി അംഗീകരിച്ചില്ല. ജസ്റ്റിസ് അബ്ദുൽ ഖുദ്ദൂസ് അധ്യക്ഷനായ ബെഞ്ചാണ് ഈ ഹർജി പരിഗണിച്ചത്. ആർത്തിക്ക് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ ജെ രവീന്ദ്രൻ ഹാജരായി. സമയം നീട്ടി നൽകണമെന്ന ജയന്റ് ആവശ്യം അദ്ദേഹം ശക്തമായി എതിർത്തു. മക്കളുടെ കാര്യത്തിൽ അടിയന്തര ശ്രദ്ധ ആവശ്യമാണെന്നും വൈകിക്കുന്നത് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുമെന്നും അഭിഭാഷകൻ വാദിച്ചു. വാദം കേട്ട മദ്രാസ് ഹൈക്കോടതി നേരത്തെ നൽകിയ ഉത്തരവിൽ ഇടപെടാൻ കഴിയില്ല എന്ന് വ്യക്തമാക്കി. അതായത് മക്കളുടെ ചെലവിനായി ആർത്തി നൽകിയ ഹർജിയിൽ കുടുംബ കോടതി വേഗത്തിൽ നടപടിയെടുക്കണമെന്ന പഴയ ഉത്തരവ് തന്നെ തുടരും. ഇതിൽ ഇടപെടാൻ കോടതി വിസമ്മതിച്ചതോടെ ജയന്റെ വിധിക്ക് തിരിച്ചടിയായി ഈ തീരുമാനം മാറിയത്. 2024 സെപ്റ്റംബറിൽ ഭാര്യ ആർത്തിയുമായുള്ള വിവാഹമോചന വാർത്ത താരം സ്ഥിരീകരിച്ചത്. തുടർന്ന് ഗായിക കെനീഷ ഫ്രാൻസിസുമായുള്ള താരത്തിന്റെ അടുപ്പവും വലിയ വാർത്തയായി മാറിയിരുന്നു. ഇരുവരും പൊതുവേദികളിൽ ഒരുമിച്ച് പ്രത്യക്ഷപ്പെടുന്നതും അഭ്യൂഹങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. എന്നാൽ 2026 മെയ് മാസത്തിൽ രവി മോഹനുമായി വേർപിരിയുകയാണെന്ന് വെളിപ്പെടുത്തി കെനീഷ രംഗത്തെത്തി. ഇതിന് പിന്നാലെ നടന്ന ഒരു പത്രസമ്മേളനത്തിൽ ആദ്യ ഭാര്യയുമായുള്ള വിവാഹമോചനം പൂർത്തിയാകാതെ താനിനെ അഭിനയിക്കില്ല എന്ന് പ്രഖ്യാപിച്ച് താരം മാധ്യമങ്ങൾക്ക് മുന്നിൽ പൊട്ടിക്കരയുകയും ചെയ്തിരുന്നു. ലോകേഷ് കനകരാജിന്റെ LCUവിന്റെ ഭാഗമായ ബെൻസ് എന്ന ചിത്രത്തിലാണ് രവി മോഹൻ അഭിനയിക്കുന്നത്. നിരവധി ചിത്രങ്ങൾ താരത്തിന്റേതായ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. രാഘവ ലോറൻസ് ആണ് ചിത്രത്തിലെ നായകൻ. ഇതോടൊപ്പം രവി മോഹൻ സംവിധാനം ചെയ്യുന്ന ചിത്രവും അണിയറയിൽ പുരോഗമിക്കുന്നുണ്ട്. ആൻ ഓർഡിനറി മാൻ ആണ് രവി മോഹൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രം. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.